പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല. അപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ എൻഡ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് രാവിലത്തെ പരിപാടിയിലോട്ട് കിടക്കാം. ഇതാണ് എൻ്റെ രാവിലത്തെ പണി. കർട്ടൻ നീക്കി ബാൽക്കണിയിൽ ഇറങ്ങുക, അവിടുത്തെ ചെടികൾക്കെല്ലാം ഒന്ന് വെള്ളവും ഒഴിച്ച് അവയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കി. കാര്യം ചിലപ്പോഴത് എറുമ്പിൻ്റെ ശല്യവും പിന്നെ ഈ പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കും ഞാൻ കുറച്ച് നേരം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആ പാർക്കിലെ ഫ്രഷ് എയറൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് കൊണ്ടിട്ടേ പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ടാണ്. കിച്ചണിൽ രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം പറക്കി വെക്കാൻ കാണും. അപ്പോൾ അതെല്ലാം പറക്കി വെച്ച് ആദ്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ മസാല ദോശയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം മസാല ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് കുക്കറിലിട്ട് അതൊന്ന് വേവിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അതായി. ഇനി അത് സ്റ്റെയിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ കുക്കർ വിസിലിട്ട് അതൊന്ന് വേവിച്ച് എടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. രാവിലെ എണീക്കുന്നത് കൊണ്ട് വയറ് ഒരുമാതിരി ആവും. അപ്പം ഞാൻ ഗ്രീൻ ടീ കുടിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ കോഫിയാണ് കുടിക്കാറ്. ഗ്രീൻ ടീയും കോഫിയും അല്ലാതെ ഞാൻ ചായ കുടിക്കാറില്ല. അപ്പം ഞാനത് ഓവനിൽ വെക്കുകയാണ്. അടുത്ത പരിപാടി അവിയൽ വെക്കണം ചോറിന് വേണ്ടിയിട്ട്. അപ്പം അവിയലിന് വേണ്ടിയിട്ട് നമ്മൾ മുരിങ്ങയ്ക്കയും ബീൻസും പൊട്ടറ്റോ എല്ലാം അരിഞ്ഞ് തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ്. അപ്പം നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല റെഡിയായി. അതെല്ലാം ഇറക്കി വെച്ച് പിന്നെ ദോശ ചുടാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ദോശ ചുടുകയാണ്. പ്ലെയിൻ ദോശ മക്കൾക്ക് വലിയ പാടാണ്. മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ മസാല ദോശ ഉണ്ടാക്കും. അപ്പോൾ അത് ചൂടോടെ പ്ലേറ്റിലാക്കി മക്കൾക്ക് കൊണ്ടു കൊടുത്തു. അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് ഇനിയിപ്പോൾ അത് അരപ്പിടണം. അപ്പോൾ അരപ്പിട്ട് അതൊന്ന് ചൂടാകാനായിട്ട് വെച്ചു. അപ്പോൾ അതും റെഡിയായി. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റും. ഞാൻ കുക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഗ്ലാസ് കണ്ടെയ്നറിലോട്ടെല്ലാം ആക്കും. എനിക്കങ്ങനെ വെളിയിലങ്ങനെ വെക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഗ്ലാസ് കണ്ടെയ്നറിലാക്കും. അങ്ങനെ ഞാൻ ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കിച്ചൺ ഈ പരിവായിട്ടുണ്ട്. അതെല്ലാം ഇനി ക്ലീൻ ചെയ്യണം. ഞാൻ സ്റ്റൗ ഇങ്ങനെ സ്ക്രബ് വെച്ച് കഴുകാറുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റെയിൻ ആവും. സ്റ്റെയിന് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു 3 ദിവസം നല്ല വിമ്മിട്ട് നല്ലതുപോലെ കഴുകും കേട്ടോ. അത് കഴിഞ്ഞ് സ്ലാബിൻ്റെ പുറമെല്ലാം തുടച്ച് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ സിങ്കും കഴുകും കേട്ടോ. സിങ്ക് നല്ല വൃത്തിക്ക് നല്ല സോപ്പിട്ട് കഴുകാറുണ്ട്. ഞാൻ കൂടുതലും സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സിങ്കും നമ്മുടെ സ്റ്റൗവുമാണ്. ഇത് രണ്ടും എനിക്ക് നല്ല നീറ്റായിട്ട് ഇരിക്കണം. അതുകൊണ്ട് ഞാൻ എന്നും സിങ്കും സ്റ്റൗവും തുടയ്ക്കാറുണ്ട്. എൻ്റെ കിച്ചൺ സിങ്ക് ഇതുപോലെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പം ഫ്ലോറെല്ലാം നല്ല മെസ്സായി. അതിന് ഞാൻ തൂത്ത് വൃത്തിയാക്കാറുണ്ട് ജോലിയിലെല്ലാം കഴിയുമ്പോഴത്തേക്ക്. അങ്ങനെ ഞാൻ തൂക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ബെഡ്റൂമിലാണ് കേട്ടോ. ബെഡ്റൂമിൽ ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യണമായിരുന്നു. അതെല്ലാം ബെഡ്ഷീറ്റെല്ലാം പിടിച്ചിട്ട് നല്ലതുപോലെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് ഒരാൾ റെഡിയായി നിന്നു മുടിയൊക്കെ കെട്ടാനായിട്ട്. അങ്ങനെ ഞാൻ അവളെയും ഹെയറൊക്കെ കോംബ് ചെയ്ത് ടൈ ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഈ ഒരു ടേബിള് വൃത്തിയാക്കണമായിരുന്നു. ഡ്രസ്സിങ് ടേബിളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. നല്ല പൊടിയും ഉണ്ടായിരുന്നു. പിന്നെ കുറേ തുണികളൊക്കെ വലിച്ചു വാരിയിട്ടിരുന്നു. അതെല്ലാം ക്ലീൻ ചെയ്തു.
പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് പരിപാടി തുണികൾ കഴുകലായിരുന്നു. അപ്പം എല്ലാ ദിവസവും കഴുകണം. അപ്പം എല്ലാ ദിവസവും നല്ല രീതിക്ക് തുണികൾ കുന്നുകൂടും. അപ്പം എല്ലാ ദിവസവും കഴുകിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ല തുണികൾ കാണും. പിന്നെ 2-3 ട്രിപ്പ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്നും കഴുകാറുണ്ട്. അത് കഴിഞ്ഞ് ഗ്രേപ്സ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഞ്ഞളും ഉപ്പും ഇട്ട് ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണമായിരുന്നു. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്യുകയാണ്. അത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ, അപ്പോഴതിൻ്റെ വിഷമൊക്കെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് മക്കൾക്ക് ചോറ് കൊടുക്കാൻ സമയമായി. അങ്ങനെ ഞാൻ 2 പേർക്കും ചോറ് കൊടുത്തു. 2 പേർക്കും ചോറ് തിന്നാനൊക്കെ ഭയങ്കര പാടാണ്. ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, വൈറ്റ് റൈസ് ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞ് തുണികളൊക്കെ കഴുകി റെഡിയായി കിടപ്പുണ്ട്. അതെല്ലാം ഒന്ന് ഡ്രൈ ചെയ്യാനായിട്ട് ഇടണം ക്ലോത്ത് സ്റ്റാൻഡിൽ. അങ്ങനെ ഞാൻ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് വിരിക്കുകയാണ്. എത്ര വിരിച്ചിട്ടാലും കിടക്കാത്ത ഒരു സ്ഥലമാണ് ഈ ബെഡ് കം സോഫ. അതിലൊരു സമയവും തുണി നല്ലതുപോലെ കിടക്കാൻ സമ്മതിക്കില്ല എൻ്റെ മക്കൾ. അത് കഴിഞ്ഞ് വോളിൽ ഞാനൊരു ഫൈറ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു 3 ദിവസം കൂടുമ്പോൾ കഴുകിയില്ല എന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് അഴുക്ക് വരും. പിന്നെ ആ ഫിഷ് പെട്ടെന്ന് ഡെഡായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു 1 in 3 days ഞാൻ വൃത്തിയാക്കാറുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത പരിപാടി ക്ലോസറ്റ് വൃത്തിയാക്കലാണ്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ക്ലോസറ്റും ടൈലും എല്ലാം ക്ലീൻ ചെയ്യും. അപ്പം അതാണ് എൻ്റെ നെക്സ്റ്റ് പരിപാടി. അടുത്ത എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കൾ കിടക്കുകയാണ് ചോറൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അവർക്ക് ഉറങ്ങി എണീറ്റിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എന്നും ഒരു ഗ്ലാസ് പാലും ഒന്നി മുട്ട ബോയിൽ ചെയ്ത് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ബുൾസൈയായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്കിഷ്ടം സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അങ്ങനെ അപ്പം ഞാനിന്ന് സ്ക്രാമ്പിൾഡ് എഗ്ഗ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അത് ഉണ്ടാക്കി വെക്കണം. അപ്പോഴത്തേക്കും അവർ എണീക്കും. അപ്പം അതാണ് എൻ്റെ നെക്സ്റ്റ് ജോലി. അപ്പോൾ മക്കൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അപ്പോൾ പാല് കാച്ചാനായിട്ടും പിന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനായിട്ടും ഞാൻ 2 പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാനായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചിലപ്പം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ചേർക്കാറുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് പാലക്കും ചീരയും ആയിരുന്നു. അത് രണ്ടും ഞാൻ ചേർത്തു. മക്കൾക്ക് അല്ലെങ്കിലും ഈ ലീഫി വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോഫിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മക്കൾക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൊണ്ട് കൊടുക്കുകയാണ്. അതിനും ഉറങ്ങി എണീറ്റതേ ഉള്ളൂ. അപ്പോൾ അതാണ് ആ ഉറക്കത്തിൻ്റെ ഇതാണ് ഫേസിൽ കാണുന്നത്. ഉറങ്ങി എണീറ്റാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാലേ ഒന്ന് നോർമൽ ആവുള്ളൂ അതിനും. ഇപ്പം ഇതാണ് ഡിന്നർ കഴിഞ്ഞപ്പോഴത്തേക്ക് കിച്ചണിൻ്റെ അവസ്ഥ. ഇനി എനിക്കിതെല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് കാണാം. അങ്ങനെ വെസൽസ് എല്ലാം ക്ലീൻ ചെയ്തു. അടുത്ത പരിപാടി എന്ത് ചെയ്താലും നമ്മുടെ സ്റ്റൗ പെട്ടെന്ന് അഴുക്ക് പറ്റും. അങ്ങനെ ഞാൻ അതും ക്ലീൻ ചെയ്തു, സിങ്കും ക്ലീൻ ചെയ്തു, പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി. ഇന്നത്തെ പരിപാടി എല്ലാം അവസാനിക്കുകയാണ്. ലാസ്റ്റായിട്ട് ഞാൻ എൻ്റെ സ്ലാബ് തുടയ്ക്കുന്ന തുണി ഇതേപോലെ ഞാൻ ലിക്വിഡ് ഒഴിച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വിരിച്ചിടും കേട്ടോ. എനിക്കത് മസ്റ്റാണ്. അത് കുറച്ചൊന്ന് അഴുക്കായ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് ക്ലീൻ ചെയ്യും. അപ്പം അത് കഴിഞ്ഞ് അടുക്കള വീണ്ടും മെസ്സായി. പിന്നെ റൂമും എല്ലാം നല്ല പിള്ളേരുള്ളത് കൊണ്ട് ഭയങ്കരമായിട്ട് മെസ്സാവും. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തതാ ലാസ്റ്റിലത്തെ വേസ്റ്റും കൊണ്ട് കളയുമ്പം ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എൻഡായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.